ചങ്ങായിമാരെ, നമ്മളെ നാട്ടില് ബംഗ്ലാദേശിയാന്നും പറഞ്ഞ ഒരു പാവത്തിനെ തല്ലിക്കൊന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ സമയമില്ല. അതിന്റെ കാരണം എന്താ അറിയാ? ആ പ്രതികളിൽ എവിടെയും ഒരു മുസ്ലിം നാമധാരിയില്ല. വല്ല മുഹമ്മദോ ജബ്ബാറോ ഖാദറോ ഉണ്ടായെന്ന് കണ്ടില്ല. നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് പൊളിച്ചടുക്കിയനെ. ഇന്ന് മാത്രമല്ല, വരുന്ന 3 ദിവസത്തേക്ക് ഇതേ വാർത്ത ആഘോഷമാക്കിയനെ കേരളത്തിലെ മാധ്യമങ്ങൾ. ദൗർഭാഗ്യവശാല് ആ പ്രതിപട്ടികയിലെല്ലാം ചാണകങ്ങളാണ്. നല്ല മുഴുത്ത ചാണകങ്ങളായി പോയി ആ പ്രതിപട്ടികയിലുള്ളത്. അപ്പൊ ചാണകങ്ങൾ പ്രതിയായ കേസ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യണമെങ്കിൽ നട്ടെല്ലു വിറക്കൂലേ? സോറി, നട്ടലല്ല അവിടെ ഉള്ളത്, വാഴപ്പണ്ടിയല്ലേ. ആ വാഴപ്പണ്ടി വിറച്ച് പൊളിഞ്ഞ് താഴെ വീണുപോകൂലേ? ഛത്തീസ്ഗഡുകാരനായ 2 കുഞ്ഞുങ്ങളുടെ പിതാവായ ആ പാവപ്പെട്ട രാംനാരായൺ ജോലി അന്വേഷിച്ച് കേരളത്തിൽ വന്നതായിരുന്നു. പക്ഷെ അവൻ എത്തിപ്പെട്ടത് കുറച്ച് മനുഷ്യ മൃഗങ്ങളുടെ മുന്നിലായിരുന്നു. ആ പാവത്തിനെ തല്ലി കൊല്ലാൻ നോക്കുമ്പോൾ ആ വൃത്തികെട്ടവന്മാർ അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി. അവരൊക്കെ വിചാരിച്ച് ഇതൊരു മുസ്ലിം നാമധാരിയായിരിക്കുന്നു. അങ്ങനെയായിരുന്നു പാവത്തിനെ തല്ലി കൊന്നു കളഞ്ഞത് ആ നാറികൾ. പക്ഷെ ഇതിലെ രസം എന്താണെന്നറിയാം? ഈ സംഭവം അറിഞ്ഞപ്പോ നമ്മളെ വിസർജനം നമ്പ്യാർ ഒരു പോസ്റ്റ് ഇട്ട് കേസിലെ പ്രതികളുടെ പേരോ അവിടെ രാഷ്ട്രീയമോ പറയാതെ നമ്മളെ കേരളത്തിൽ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് നാണോമാനോ ഉളുപ്പുണ്ടോ വിസർജനം നമ്പ്യാരെ അങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഞാനെന്തായാലും വിസർജനം നമ്പ്യാരുടെ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. സാക്ഷര കേരളത്തിന് അഭിമാനിക്കാൻ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം കൂടി. ഛത്തീസ്ഗഡുകാരനായ രാംനാരായണിയാണ് വാളയാറിലെ ഒരുപറ്റം രക്തദായികൾ വിചാരണയ്ക്ക് ശേഷം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അട്ടപ്പാടിയിലെ മധു നീർന്ന നോവുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും നരഭോജികൾ അഴിഞ്ഞാടുകയാണ്. നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അനുമതി നൽകിയത്? ഒരു ചാൺ വയറിനായി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അടിച്ചു കൊല്ലാൻ മാത്രം അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? വധശിക്ഷ വിധിച്ചവരെല്ലാം തികഞ്ഞവരാണോ? പേപ്പട്ടിയെ പോലും ലജ്ജിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ വേരിക്കുന്നുണ്ടെന്നത് അത്യന്തം ഭീതമായി നോക്കിക്കാണാനാവും. കേരളത്തിനും മലയാളികൾക്കും അപമാനമാണ് വാളയാറിലെ കൊലപാതകൾ. അതേ തമ്പ്യാറെ, അവരൊക്കെ അപമാനമാണ് കേരളത്തിന്. ആ ചാണകങ്ങളുണ്ടല്ലോ, ആ കൊലക്കേസിലെ പ്രതികളായ ചാണകങ്ങൾ കേരളത്തിന് മാത്രമല്ല മനസാക്ഷിയുള്ള മനുഷ്യ സമൂഹത്തിന് മൊത്തം അപമാനമാണ് ആ ചാണകങ്ങൾ. നമ്മുടെ ഈ കേരളം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്പ്യാറെ. പക്ഷെ എപ്പം ചാണകങ്ങൾ ഈ കേരളത്തിൽ വന്നു തുടങ്ങിയോ, എപ്പം ചാണകങ്ങൾക്ക് കേരളത്തിൽ കുറച്ച് ബലം വെക്കാൻ തുടങ്ങിയോ, അന്ന് തൊട്ട് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇത്രമാത്രം ദയനീയമായി പോയി. പക്ഷെ നിങ്ങളെപ്പോലുള്ള ചാണകങ്ങളുണ്ടല്ല, കൊല്ലപ്പെട്ടവന്റെയും പ്രതികളുടെയൊക്കെ ജാതിയും മതവും നോക്കിയിട്ട് മാത്രമേ പ്രതികരിക്കൂ. പക്ഷെ കേരളത്തിലെ മനുഷ്യരുണ്ടല്ല, തെറ്റ് ചെയ്തവൻ ആരായാലും അവന്റെ മതമോ ജാതിയോ നോക്കാതെ പ്രതികരിച്ചിരിക്കും. ആ പ്രതികൾക്കൊക്കെ തക്കതായ ശിക്ഷയും മലയാളി വാങ്ങിക്കൊടുത്തിരിക്കും നമ്പ്യാരെ, മലയാളി വാങ്ങിക്കൊടുത്തിരിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യക്കാർ ആരാണെന്നും രാജ്യസ്നേഹികൾ ആരെന്നൊക്കെ തീരുമാനിക്കുന്നത് കുറെ ചാണകങ്ങളാണല്ലോ വിസർജനം നമ്പ്യാറെ. ഈ കേസിൽ ഞാൻ അധികം എന്തെങ്കിലും പറഞ്ഞു വരുന്നുണ്ടല്ലോ, എന്റെ വായിന്ന് പല വൃത്തികെട്ട വാക്കുകളും വന്നുപോകും. എന്തായാലും വിസർജനം നമ്പ്യാർക്ക് നമ്മൾ അൻസാരി ഉസ്താദ് വയറ് നിറയെ കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഉസ്താദ് വിസർജനം നമ്പ്യാർക്ക് വയറ് നിറയെ കൊടുക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. ഞെട്ടണ്ട, തുറച്ചോക്കണ്ട. ആ പാവത്തിനെ തല്ലിയങ്ങ് കൊന്നു. ആൾക്കൂട്ട വിചാരണ നടത്തി ആ പാവത്തിനെ തല്ലിയങ്ങ് കൊന്നു. എന്താ കാരണം? കൊല്ലാനുള്ള കാരണം ബംഗ്ലാദേശിയാണെന്ന് ചോദിച്ചു. ബംഗ്ലാദേശിയാണെന്ന് സംശയിക്കുന്നു. ആ ആരോപണത്തിൽ അദ്ദേഹത്തിനെ തല്ലിയങ്ങ് കൊന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമൊന്നുമില്ല. ഈ വീഡിയോയും വാർത്തയൊക്കെ വരുന്നതിന്റെ പിന്നാലെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ വായിച്ചു ഹിസ്റ്ററിയിൽ സാക്ഷര കേരളത്തിൽ വീണ്ടും അഭിമാനിക്കാൻ വീണ്ടും ഒരു ആൾക്കൂട്ട കൊലപാതകം. എന്റെ പൊന്നാര നമ്പ്യാരെ, കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പോസ്റ്റ് ഇടുക? അല്ല, ഈ ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ച്, ഈ ബംഗ്ലാദേശി ആവട്ടെ അവതരിക്കട്ടെ, അങ്ങനെയുള്ള മനുഷ്യന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യലും അങ്ങനെയുള്ള ആളുകളെ ആക്രമിക്കലും ആരാണ്? നമുക്കൊരു പൊതു സ്വഭാവം എടുക്കാൻ ആരായിരിക്കും? ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യാനി മുസൽമാനൊന്നും ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ആരാണ്? ഇന്ത്യയിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകം, അതിന്റെ മനഃശാസ്ത്രം 90% ആ ക്രൈമിൽ പ്രതികളായി പിടിക്കപ്പെട്ടവരെയൊക്കെ ലിസ്റ്റുകളുണ്ട്. ആരാണ്? മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയൊക്കെ രാജ്യസ്നേഹം മണപൊട്ടി ഒഴുകുന്ന ആളുകളാണ്. എടാ, ഇനി അയാൾ ബംഗ്ലാദേശി ആണെങ്കിൽ തന്നെ അയാൾ വിചാരണ ചെയ്യേണ്ടത് ആരാ? നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമല്ലേ ഈ രാജ്യത്ത്? ഇവിടുത്തെ കോടതിയില്ലേ? ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളില്ലേ? എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ നിഷ്ക്രിയമായി? ഇവനൊന്നും മനസാക്ഷിയില്ലേ? ഇവന്റെയൊക്കെ രാജ്യസ്നേഹം എവിടെ? ഇവനൊക്കെ രാജ്യസ്നേഹം ഉണ്ടാകുന്നത് മനുഷ്യൻ പച്ചയായിരിക്കുമ്പോൾ, സ്വബോധത്തിരിക്കുമ്പോഴാണ് രാജ്യസ്നേഹം ഉണ്ടാകേണ്ടത്. കണ്ട കള്ളും കഞ്ചാവൊക്കെ വലിച്ചു കയറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്ത് സൈസ്. എടാ, പച്ചയായിരിക്കുന്ന മനുഷ്യനെ ഇയാളെ കൊല്ലാൻ തോന്നും. ഒരു മനുഷ്യനെ, നിസ്സഹായനായ മനുഷ്യനായി തിരിച്ചക്രമിക്കാൻ കഴിയാത്ത 10-20 പേര് കൂടി ഒരുത്തനെ അങ്ങോട്ട് അടിക്കുക, അവന്റെ അസ്ഥിയൊക്കെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് തുളഞ്ഞു കയറുക. ആ പാവപ്പെട്ട മനുഷ്യൻ, നിസ്സഹായനായ മനുഷ്യൻ അവിടെ കിടന്ന് പിടഞ്ഞു വരിക. ചില്ലറ മനസ്സൊന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ ഏറ്റവും വൃത്തികെട്ടവനായി മാറുന്നത് ചില ചില സിദ്ധാന്തങ്ങൾ എടുത്ത് തലയിൽ ചുമത്തുമ്പോഴാണ്. എത്രയോ നല്ല മനുഷ്യൻ അങ്ങനെ വൃത്തികെട്ടവനായി പോയി. ഒരു മനുഷ്യൻ അവന് ബംഗ്ലാദേശാണ്, പാകിസ്ഥാൻ, മണ്ണാങ്കട്ടയാട്ടെ, അവനെ വിചാരണ ചെയ്യേണ്ട കോടതിയാണ്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ്. അവർ പുറത്താക്കും, അവർ വേണമെങ്കിൽ അകത്താക്കും. ആ മനുഷ്യനെ വട്ടം കൂടി ഇപ്പൊ അതിന്റെ പ്രതികളൊക്കെ പിടിക്കുമ്പോൾ ഇതേ ഊർജ്ജം അനിൽ നമ്പ്യാർക്ക് വേണം കേട്ടാ. ഈ പ്രതിപട്ടികളുടെ ലിസ്റ്റ് ഇടാനുള്ള ഊർജ്ജം നിങ്ങൾക്ക് കാണിക്കണം. ബംഗ്ലാദേശിയാണെന്ന് ചോദിച്ച് ഒരാളെ കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ മറ്റ് സമുദായങ്ങൾക്ക് ഇവിടുള്ള മറ്റ് ഏത് മനുഷ്യരായിക്കോട്ടെ, ഇവിടുത്തെ പച്ചയായ മനുഷ്യർക്ക് ആവശ്യമില്ല. ഇവിടെ കുറെ ഭ്രാന്തന്മാരുണ്ട്, തലക്ക് സുഖമില്ലാതെ നടക്കുന്ന കുറച്ച് മനുഷ്യർക്കാണ് ഇതിന്റെ ആവശ്യം. അവിടെ ഇവരൊക്കെ മനുഷ്യർ, പച്ചക്കറുള്ള മനുഷ്യരല്ലേ? ഇവനിക്ക് ഉണ്ടാകത്തില്ല അച്ഛനും അമ്മയും, ഇവനിക്ക് ഉണ്ടാകത്തില്ലേ? ഇതിപ്പം അവന്റെ പേര് മുസ്ലിം അല്ല, ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ മുസ്ലിം അല്ല. അത് മനസ്സിലാക്കണം, മുസ്ലിം അല്ല. ബംഗ്ലാദേശിയാണെന്ന് ചോദിച്ച് അടിക്കുകയൊക്കെ ചെയ്തപ്പം ഈ അടിക്കുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആവേശം എന്ന് പറഞ്ഞാൽ, ഞാൻ അടിക്കുന്നത് എന്റെ രാജ്യത്തിന്റെ ശത്രുവായ, എന്റെ എക്കാലത്തെയും ശത്രുവായ ഒരു മനുഷ്യനെയാണല്ലോ കൊല്ലുന്നത്, അതൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് തലക്കകത്ത് അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ അടിച്ചു കയറ്റിയ ആളുകളാണ്.
അവർ ഈ സാധനം മോന്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റേ സാധനം വലിച്ചു കഴിയുമ്പോൾ അവന്റെ ആ സ്നേഹം പുറത്തോട്ട് ചാടും. അങ്ങനെയാണ് അഖിലാക്കരെ കൊന്നത്. എത്ര മനുഷ്യരെ പശുക്കടത്തിന്റെ പേരിൽ കൊന്നത്, എത്ര മനുഷ്യരെ നിസ്സഹായരായ എത്ര മനുഷ്യരെ കരുത്തർത്ത് കൊന്ന്. ഈ പാരമ്പര്യമുള്ള മനുഷ്യന്മാർ ഇവിടെ വന്നിട്ട് പറയാണ് അതെ ആരാണെന്ന് അറിയാൻ പറ്റും, സാക്ഷരതയുടെ പിണ്ണാക്ക് പറയാൻ തന്നെ മനുഷ്യർക്ക് ചില്ലറ ഉളുപ്പൊന്നും പോരല്ലോ, തൊലിക്കട്ടിയൊന്നും പോരല്ലോ. പാലക്കാടുള്ള പണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനെ ഇപ്പോൾ വിളിച്ചിരുന്നു. അവനിപ്പോൾ പറഞ്ഞു സായി പ്രശാന്തിന്റെ ഇപ്പോൾ ആവശ്യം സംസാരിച്ചോളൂ, ബാക്കി ഡീറ്റെയിൽസ് അദ്ദേഹം പറയും. ഭയങ്കര 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 മനക്കെട്ടി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഈ ഉളുപ്പില്ലാതെ എഴുതാനേ. ഇത് ഈ ഇന്ത്യയുടെ ഭൂതകാലം മുഴുവൻ എടുത്ത് നോക്കിയാൽ ഇത്തരം ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നെ ആരാണെന്ന് ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ അറിയാന്നേ. എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഏതായിക്കോട്ടെ, ഏത് രാജ്യത്ത് വന്നാലായിക്കോട്ടെ, അവരെ ഇവിടെ പിടിച്ചു കൊടുക്കാനും അത് ഇവിടെ കോടതി ശിക്ഷിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അയാളെ തിരിച്ച് നാട്ടിലേക്ക് അയക്കാനും ഒക്കെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. അവർ നോക്കിക്കൊള്ളൂലേ. ഇങ്ങനെയുണ്ട മനുഷ്യർക്ക് ഭ്രാന്ത്. ചെറിയ ഭ്രാന്തൊന്നുമില്ല, ഇത് മൂച്ചുഭ്രാന്താണ്. ആ മനുഷ്യനായിട്ട് ജീവിക്കടാ, അതാണ് ഏറ്റവും വലിയ കാര്യം. മനുഷ്യനായിട്ട് ജീവിക്കൽ ഏറ്റവും വലിയ കാര്യം. രാജ്യസ്നേഹം മൂക്കണം, അത് പച്ചയായിട്ട് നിൽക്കുമ്പോൾ മൂക്കേണ്ടത്. ആ രാജ്യസ്നേഹം അവനവന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് കാണിക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടല്ല രാജ്യസ്നേഹം കാണിക്കരുത്. ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ജീവിച്ചവരാ, ഈ രാജ്യത്ത് ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ. ഞങ്ങൾക്ക് ഇങ്ങനെ പൊളയത്തില്ലല്ലോ. ഇതൊക്കെ കപട രാജ്യസ്നേഹമാണെന്നേ, ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നിട്ട് അത് വലിയ മഹത്തരമായിട്ടാണ് കാണുന്നത്. നല്ല മെഹറ്റര ഉസ്താദ് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയുന്നത്. ചാണക നമ്പ്യാരെ, ഈ രാജ്യത്ത് ആരെങ്കിലും ഭക്ഷണത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിലോ ആരെങ്കിലും ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ടെങ്കിലോ ആ പ്രതികളുടെ സ്ഥാനത്തൊക്കെ നിങ്ങളുടെ ചാണകങ്ങളായിരിക്കും. വിസർജന നമ്പ്യാരെ, നിങ്ങളെ ചാണകങ്ങളായിരിക്കും. പക്ഷെ ചാണകങ്ങൾക്ക് രാജ്യസ്നേഹം ഉദിക്കണം കണ്ടില്ല, തല കറങ്ങണം. എന്തെങ്കിലും തലയിലേക്കോ ശരീരത്തിലേക്കോ അടിച്ചു കയറ്റിയാൽ മാത്രമേ അവർക്ക് രാജ്യസ്നേഹം ഉദിക്കുള്ളൂ. എന്നിട്ട് തിരിച്ചടിക്കാൻ പോലും പാങ്ങില്ലാത്ത പാവം മനുഷ്യരെ 10ഉം 20ഉം ആൾക്കൂട്ടങ്ങളായിട്ട് ഈ ചാണകങ്ങൾ മർദ്ദിച്ചില്ലാതാക്കും. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ചാണക നമ്പ്യാരെ ഈ കണ്ടത്, ഈ പാലക്കാട് കണ്ടത്. എന്നിട്ട് ആ പാവത്തിനെ ഇല്ലാതാക്കിയതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടി അതിൽ കേരളത്തിലെ മൊത്തം അപമാനിക്കുമ്പോ അതിലെ പ്രതികളായ ചാണകങ്ങളുടെ ഒരു പേര് പോലും പറയാൻ ചാണക നമ്പ്യാരെ നിങ്ങളെ കൊണ്ടായിട്ടല്ലോ. പ്രതികളുടെ പേരും പറയാൻ കഴിഞ്ഞില്ല, പ്രതികളുടെ രാഷ്ട്രീയവും നിങ്ങളെ കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ആ പ്രതികളിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ എന്റെ വിസർജന നമ്പ്യാരെ നിങ്ങൾ ഇങ്ങനെ ആകില്ലായിരുന്നു പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ആവേശം ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ മരണ വീട് പോലെ കിടക്കുന്ന വിശകലിയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ഇപ്പൊ എത്രമാത്രം വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ടാവും അറിയോ? പിന്നെ ഈ വാർത്ത വന്ന ശേഷം ചത്ത പോലെ കിടക്കുന്ന വേറെ രണ്ടാളുണ്ട്, നമ്മളെ വക്കീല്, നമ്മളെ കൃഷ്ണരാജു വക്കീലും പിന്നെ പ്രതീക്ഷ വിശ്വനാഥും. ഇവരൊക്കെ ഇതിലെവിടെയെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ എത്രമാത്രം ആഘോഷിക്കുമായിരുന്നു ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പക്ഷെ എനിക്ക് സങ്കടമാകുന്നത് ഈ വിസർജനം നമ്പ്യാരെക്കാളും അധപ്പതിച്ച കേരളത്തിലെ മാധ്യമങ്ങളെ ഓർത്താണ്. ഇന്നത്തെ ദിവസം ഈ സംഭവം ചർച്ച ചെയ്യാതെ മറ്റു ചർച്ചകളിലേക്ക് പോയ മറ്റു മാധ്യമ നാറികളെ ഓർത്തിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രതികളുടെ സ്ഥാനത്ത് എവിടെയെങ്കിലും മുഹമ്മദോ ജബ്ബാറോ ജാഫറോ ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളും ഇന്ന് എന്തൊക്കെ ആഘോഷിക്കുമായിരുന്നു. ഇന്ന് മാത്രമല്ല, വരുന്ന 3 ദിവസത്തേക്ക് ആ കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം ഈ കേസ് ആഘോഷിക്കുമായിരുന്നു. ദൗർഭാഗ്യവശാൽ പ്രതികളൊക്കെ ചാണകങ്ങളായിപ്പോയി. ചാണകങ്ങളായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത തൊടാൻ വേണ്ടിയിട്ട് ഭയമാണ്, അത്രമാത്രം ഭയമാണ്. ഒരുപാട് സങ്കടത്തോടു കൂടി പറയട്ടെ, ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിട്ട് ഈ അവസ്ഥയുണ്ടായ ആ പാവത്തിനോട് മാപ്പ് പറയുന്നു ഞാൻ. രാംനാരായണ മാപ്പ്. അപ്പൊ അനുഷ്ഠപ്പെടുന്ന എല്ലാവരോടും ഒരു സങ്കടത്തോടു കൂടിയില്ല ഒരു സുലാൻ.